അക്രഡിറ്റഡ് ഏജൻസികളും ബാഹ്യ കൺസൾട്ടൻസികളും നിർമ്മാണ മേഖലയെ തകർക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പൂജ്യം കുടിശ്ശിക സ്ഥിതി സംജാതമാക്കുക, സർക്കാർ വകുപ്പുകളെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെയും ആധുനികവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 5-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയും സർക്കാരിന് ഭീമഹർജി നൽകുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അക്രഡിറ്റഡ് ഏജൻസികളും ബാഹ്യ കൺസൾട്ടൻസികളും നിർമ്മാണ മേഖലയെ തകർക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. ഒരു വലിയ ചേഞ്ച് കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ടായി. അതായത് പൊതുമരാമത്ത് വകുപ്പിനെയും ജലവിഭവ വകുപ്പിനെയും LSTDയെയും അതുപോലെ വാട്ടർ അതോറിറ്റി ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ വകുപ്പുകളെയും സർക്കാരിൻ്റെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെയും പാർശ്വവൽക്കരിച്ചുകൊണ്ട് പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി. അതായത് അക്രഡിറ്റഡ് ഏജൻസീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞാൽ അംഗീകൃത ഏജൻസി എന്നുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത ഏജൻസി. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി. അതായത് പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട ജോലികൾ അത് അക്രഡിറ്റഡ് ഏജൻസി എന്ന നിലയിൽ ഈ പറയുന്ന 46 എണ്ണമുണ്ട്. ഊരാളുങ്കലിനെ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള 46 സംഘടനകൾക്കും കൊടുക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയർക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും ഒരു അക്രഡിറ്റഡ് ഏജൻസിയുടെ ആളെന്ന നിലയിലുണ്ട്. അതുപോലെ കൺസൾട്ടൻസികൾ ശതകോടികളാണ് കൺസൾട്ടൻസി ഇനത്തിലും ഈ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ഇത് സീനിയറേജ് എന്ന മട്ടിൽ 8% വെച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വർക്ക് ചെയ്യുന്നതിന് അവർക്ക് 8% കൊടുക്കുകയും ചെയ്യും. നിർമ്മാണ വകുപ്പുകളെയും പാർശ്വവൽക്കരിച്ച് കൺസൾട്ടൻസികളെയും സർക്കാർ അർദ്ധ സ്ഥാപനങ്ങളെയും അക്രഡിറ്റഡ് ഏജൻസികളെയും ബാഹ്യ സർക്കാർ പണികൾ ഏൽപ്പിച്ചതോടുകൂടി നിർമ്മാണ മേഖല തകരുന്ന നിലയിലാണെന്നും കോൺട്രാക്ടർമാർ പറഞ്ഞു. വകുപ്പുതല ഉദ്യോഗസ്ഥർക്ക് പകരം ബാഹ്യ കൺസൾട്ടൻസികൾ രൂപകൽപ്പനകളും അടങ്കലുകളും തയ്യാറാക്കുമ്പോൾ കരാർ തുക ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. വൻകിട പ്രൊജക്ടുകളെല്ലാം ഇതുമൂലം പ്രതിസന്ധിയിലാണ്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ടെൻഡർ ഇല്ലാതെ പ്രവൃത്തികൾ നൽകുകയാണ്. മത്സരാധിഷ്ഠിത ടെൻഡർ ഇല്ലാതാകുന്നതും സർക്കാരിന് സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. പൂജ്യം കുടിശ്ശിക സ്ഥിതി സംജാതമാക്കുക, സർക്കാർ വകുപ്പുകളെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെയും ആധുനികവൽക്കരിക്കുക, ഏജൻസികളെയും ബാഹ്യ അക്രഡിറ്റഡ് ഏജൻസികളെയും ഒഴിവാക്കുക, കൺസൾട്ടൻസികളെയും ഊരാളുങ്കലിനുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും റദ്ദാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ആഗസ്റ്റ് 5-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി, ജനറൽ സെക്രട്ടറി നജീബ് മണ്ണേൽ, ജില്ലാ സെക്രട്ടറി നൌഷാദ് അലി, കെ രഘുനാഥൻ, ഭാരവാഹികളായ CJ വർഗീസ്, ജോഷി തുഴുത്തേൽ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.